ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വാണ്ടം നമ്പേഴ്സ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പാർട്ടാണ് ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സ്. അപ്പൊ ഈ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് സർട്ടൻ നമ്പേഴ്സ് ആണ്. ഇത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോണിന്റെ സൈസ്, ഷേപ്പ്, പിന്നെ അതിന്റെ ഓർബിറ്റൽസിന്റെ ഓറിയന്റേഷനും കൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള നമ്പേഴ്സ് ആണ് നമ്മുടെ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ഇലക്ട്രോണിന്റെ എക്സാക്ട് അഡ്രസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി അത് ഏത് ഇലക്ട്രോൺ ആണ്, ഏത് ഷെല്ലിലെ ഇലക്ട്രോൺ ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു കത്ത് വരണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു അഡ്രസ്സ് ഉണ്ടാവണം അല്ലെ. ഏതെങ്കിലും അഡ്രസ്സ് കൊടുത്താൽ നമ്മുടെ അടുത്തേക്ക് വരില്ല. അതേപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഓരോ ഇലക്ട്രോണിനും ഓരോ വാല്യൂസ് ഉണ്ട്, ഓരോ ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. അത് കറക്റ്റ് നമുക്കറിയാമെങ്കിൽ കൃത്യമായിട്ട് ആ ഇലക്ട്രോണിന്റെ പൊസിഷനും ഷേപ്പും ഓറിയന്റേഷനും എല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയുള്ള 4 ക്വാണ്ടം നമ്പേഴ്സ് ആണ് നമുക്കുള്ളത്. ഒന്നാമത്തെയാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. സ്മോൾ ലെറ്റർ എൻ. അപ്പൊ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് തരുമെന്ന് ചോദിച്ചാൽ ഇത് ഓർബിറ്റിന്റെ സൈസിനെ കുറിച്ചിട്ട് പറയും. സൈസ് ഓഫ് ഓർബിറ്റ് എന്താണെന്ന് പറയും. പിന്നെ ഇലക്ട്രോൺ, ആ പർട്ടിക്കുലർ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ എനർജി പറയും. ഇലക്ട്രോണിന്റെ എനർജിയെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി തരും. പിന്നെ ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺ ഉള്ളത്, മെയിൻ ആയിട്ട് അതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഷെൽ നമ്പർ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ന്യൂക്ലിയസും ഇലക്ട്രോണും, ഇപ്പം ഇതാണ് ന്യൂക്ലിയസ്, ഇത് ഇലക്ട്രോൺ ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ആവറേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എന്ത് യൂസ് ചെയ്തിട്ട്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഈ എൻ വാല്യൂ ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. എൻ വാല്യൂ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് കൂടും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് ഇവിടെ ഇപ്പം ന്യൂക്ലിയസ് ആണ്, ഇത് ഫസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ ആണ്. ഇത് ഫസ്റ്റ് ഷെല്ലിലാവുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ, അത് n=1 ആണ്. ഇനി സെക്കൻഡ് ഷെല്ലാവുമ്പോൾ n=2 ആവും. എന്നിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു ഡിസ്റ്റൻസ് എന്ത് ചെയ്യാണ്? കൂടിക്കൊണ്ട് വരികയാണ്. ഇനി n=3 ആണെങ്കിൽ പിന്നെയും ഡിസ്റ്റൻസ് കൂടി. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും എപ്പം? എന്നിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച്. ഇനി എൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അത് ഏത് ഷെല്ലാണെന്ന് മനസ്സിലാക്കാം? കെ ഷെല്ലാണെന്ന് മനസ്സിലാക്കാം. n=2 ആണെങ്കിൽ ഇറ്റ് ഈസ് എം ഷെൽ, എൽ ഷെൽ അല്ലെ. ഇനി n=3 ആണെങ്കിൽ ഇറ്റ് ഈസ് എം ഷെൽ, n=4 ആണെങ്കിൽ എൻ ഷെൽ. ഇങ്ങനെ ഷെൽ നമ്പർ, ഈ നമ്പർ എൻ വാല്യൂ കിട്ടിയാൽ ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത്രയാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ പറയുന്നത്. ഒന്നും കൂടെ പറയാം, എൻ വാല്യൂ ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. എൻ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് സൈസ് ഓഫ് ഓർബിറ്റ് മനസ്സിലാക്കാം, എനർജി ഓഫ് ഇലക്ട്രോൺ മനസ്സിലാക്കാം, ഷെൽ നമ്പർ എത്രയാണ്, ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺ ഉള്ളത്, പിന്നെ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാനായിട്ട്. മെയിൻ ആയിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഏത് ഷെല്ലിലാണ് ഈ പർട്ടിക്കുലർ ഇലക്ട്രോൺ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ക്വാണ്ടം നമ്പർ ആണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ.
അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ സബ്സിഡിയറി ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്നൊക്കെ പേരുണ്ട്. എൽ വാല്യൂ ആണ്, എല്ലാണ് അവിടെ റെപ്രസെന്റേഷൻ. എല്ലിന്റെ വാല്യൂ ആണ് നമുക്ക് അവിടെ തരുന്നത് ഈ ഒരു ക്വാണ്ടം നമ്പർ. സോ എൽ എന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെ കാര്യങ്ങൾ തരും? ഷേപ്പ്. ഒന്നാമത്തേത് ഷേപ്പ് ഓഫ് ഓർബിറ്റൽ. ഷേപ്പ് ഓഫ് ഓർബിറ്റൽ തരും. ഷേപ്പ് ഓഫ് ഓർബിറ്റൽ. സെക്കൻഡ് വൺ എന്താണ്? ഏത് സബ്ഷെൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇലക്ട്രോൺ ഏത് ഷെല്ലിലെ സബ്ഷെല്ലുകൾ ഉണ്ട്, ആ സബ്ഷെൽ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇലക്ട്രോണിന്റെ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം നമുക്ക് തരും. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഏത് സബ്ഷെൽ ആണെന്നാണ് കേട്ടോ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരിക. കൂടുതൽ ഈ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തെ കുറിച്ചൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ വരില്ല. പക്ഷെ അറിഞ്ഞിരിക്കുക, ഈ എൽ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ഷേപ്പ് അറിയാൻ പറ്റും, സബ്ഷെൽ ഏതാണെന്ന് അറിയാൻ പറ്റും, ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം എത്രയാണ്, ക്വാണ്ടം നമ്പർ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. സോ എൽ വാല്യൂ എൻ വാല്യൂ എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. എൻ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് എൽ വാല്യൂ എഴുതാൻ പറ്റും. എൽ വാല്യൂ എന്ന് പറയുന്നത് 0 to n-1 വാല്യൂസ് ആണ് എല്ലിന് ഉണ്ടാവുക. സപ്പോസ് എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ എത്ര? എൽ ഈക്വൽ ടു എന്തൊക്കെ വരാം? 0 മാത്രമേ വരുള്ളൂ. കാരണം n-1 0. ഇനി n ഈക്വൽ ടു 2 ആണെങ്കിൽ L ഈക്വൽ ടു 0 to n-1 അല്ലേ? ദാറ്റ് ഈസ് 2 - 1. സോ 0 വരും, 1 വരും. 3 ആണെങ്കിൽ L ഈക്വൽ ടു 0 1 വരും, 2 വരും. ഓക്കെ. അപ്പം എൽ വാല്യൂ ഏത് സബ്ഷെൽ, എത്ര സബ്ഷെൽ ആണ്, ഏതൊക്കെ സബ്ഷെൽ ആണ്? 0 എൽ വാല്യൂ 0 ആണെങ്കിൽ അത് എസ് സബ്ഷെൽ ആയിരിക്കും. എൽ വാല്യൂ 0 എസ് സബ്ഷെൽ ഉണ്ടാവും. എൽ വാല്യൂ 1 ആണെങ്കിൽ ഏതാണ്? എൽ വാല്യൂ 1 ആണെങ്കിൽ അത് പി സബ്ഷെൽ ആയിരിക്കും. എൽ ഈക്വൽ ടു 2 ആണെങ്കിൽ അത് ഡി സബ്ഷെൽ ആയിരിക്കും. 1 ആണെങ്കിൽ പി ആയിരിക്കും. 0 ആണെങ്കിൽ എസ് സബ്ഷെൽ ആയിരിക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇനി n ഈക്വൽ ടു 4 ആണെങ്കിൽ L ഈക്വൽ ടു 0 1 2 3. 3 വന്നു കഴിഞ്ഞാൽ അത് എഫ് ആയിരിക്കും, 2 ഡി ആയിരിക്കും, 1 പി ആയിരിക്കും, 0 എസ്. അപ്പം 4 n ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ അത് ഏത് ഷെല്ലാണ്? എൻ ഷെല്ലാണ്. ഇത് എം ഷെല്ലാണ്, എൽ ഷെൽ, ദെൻ കെ ഷെൽ. അപ്പൊ കെ ഷെല്ലിൽ എത്ര സബ്ഷെൽ ഉണ്ട്? ഒരു സബ്ഷെൽ, അത് എസ് ആണ്. എല്ലില് 2 സബ്ഷെൽ ഉണ്ട്, എസും പിയും ഉണ്ട്. ദെൻ എമ്മിലാണെങ്കിൽ 3 എണ്ണം ഉണ്ട്, എസ് പി ഡി. എൻ ആണെങ്കിൽ 4 ആണ്, എസ് പി ഡി എഫ്. അപ്പൊ ഈ സബ് ഷെല്ലുകളിലെല്ലാം ഉള്ള കോമൺ സബ്ഷെൽ ഏതാ? എല്ലാത്തിലും എന്തുണ്ട്? എസ് സബ്ഷെൽ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഇതാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഈ മൂന്നാമത്തെയാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. എം വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എങ്ങനെയാണ് ഇലക്ട്രോൺ ഓറിയന്റ് ചെയ്തിരിക്കുന്നത്? ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസ് ഇൻ സ്പേസ്. അതെങ്ങനെയാണെന്ന്, അതായത് ഷേപ്പാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഓർബിറ്റൽ എങ്ങനെയാണ് സ്പേസിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എൽ വാല്യൂ അറിയാമെങ്കിൽ അതിന്റെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് 2 മീൻസ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ 2l+1 ആയിരിക്കും. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പം എം വാല്യൂ എന്ന് പറയുന്നത് -L to 0 to +L ആയിരിക്കും. അപ്പൊ എൽ വാല്യൂ 0 ആണെങ്കിൽ 0 മാത്രമേ ഉണ്ടാവുള്ളൂ. L ഈക്വൽ ടു 1 ആണെങ്കിൽ -1 0 1.
n ഈക്വൽ ടു 2 ആണ്, -2, -1, 0, 1, 2. ഇത്രയും വാല്യൂസ് എന്തിനുണ്ടാവും? എമ്മിന് ഉണ്ടാവും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്തതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ്പെരിമെന്റൽ നമ്പർ ആണ്, ക്വാണ്ടം നമ്പർ ആണ്. സ്പിൻ ഓറിയന്റേഷൻ അത് +½ ആണോ, ക്ലോക്ക് വൈസ് ആണോ, ആന്റി ക്ലോക്ക് വൈസിലാണോ ഇലക്ട്രോൺ ഇരിക്കുന്നത്, അത് നൽകുന്ന അത് ആ കാര്യങ്ങളൊക്കെ തരുന്നത് ആരാ? ഈ ഒരു സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. പ്ലസ് ആണെങ്കിൽ +½ ആണെങ്കിൽ ക്ലോക്ക് വൈസ് ആണ്, -½ ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വാണ്ടം നമ്പേഴ്സിൽ നിന്ന് കിട്ടുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇത്രയാണ് ഒരു ക്വാണ്ടം നമ്പേഴ്സിൽ വരുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും നോക്കുക. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു ഇന്നും എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് വൃത്തിക്ക് നോക്കുക. ഞാൻ നോട്ട്സ് PDF അയച്ചുതരാം. ഓക്കെ, താങ്ക് യു.